Hello children, welcome to Kids Area Online. എക്സാം ഒക്കെ നല്ലതുപോലെ എഴുതിയായിരുന്നോ? എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങളുടെ പാരൻസിന് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക, കൂട്ടക്ഷരങ്ങൾ അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മലയാളം ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് അതും പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികളും നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. മാത്തമെറ്റിക്സ്, ഗണിതത്തിൽ കുറച്ച് ബാക്കിലായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കായിട്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകി അവരെ നല്ലതുപോലെ പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ് ഉണ്ട്. അതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് കുട്ടികൾക്കായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, സ്കൂൾ പഠനകാലത്ത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG റിവിഷൻ, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്നവർക്ക്, UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും LKG, UKG, പ്രീ-KG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. പ്രീ-KG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, UKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇത് അറിയിക്കാം കേട്ടോ, അവരോടൊക്കെ അറിയിക്കാം. വേഗത്തിൽ ജോയിൻ ചെയ്യാം. നല്ലതുപോലെ എല്ലാ കുട്ടികളും പഠിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ലൈവ് സെഷൻ ആണ് കേട്ടോ, ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും ഉള്ളത്. ലൈവായിട്ട് ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് പങ്കെടുക്കാനായില്ല എങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കണേ. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ആനുവൽ എക്സാം 2023-2024 ഇൻ്റഗ്രേഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് അറിയണ്ടേ? ഡേ 1 ഇൻ്റഗ്രേഷൻ ഡേ 1 എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് അറിയണം അല്ലേ? അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, ഇനി എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്, അവർക്ക് അറിയാനുണ്ട്, നിങ്ങളുടെ പാരൻസിന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രവർത്തനം 1, എൽസയുടെ ഡയറി. എന്നാണ് എഴുതിയതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2024 ജനുവരി ഞായറാണ്. അപ്പോൾ എൽസയുടെ ഡയറി ഒന്ന് വായിച്ചു നോക്കിയാലോ. വീട്ടുകാരോടൊപ്പം യാത്ര തീരുമാനിച്ച ദിവസമായിരുന്നു ഇന്ന്. അതിൻ്റെ സന്തോഷത്തിൽ രാവിലെ നേരത്തെ ഉണർന്നു. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം പട്ടണത്തിലേക്ക് പോയി. കാറിലായിരുന്നു യാത്ര. എൽസയെ കണ്ടോ? കാറ് കണ്ടോ? ആ, എന്താണെന്ന് നോക്കാം. എൽസ എവിടെയൊക്കെ പോയി നോക്കാം കേട്ടോ. ഹോട്ടലിൽ നിന്നും മസാല ദോശയും വടയും കഴിച്ചു. പിന്നെ മൃഗശാലയിലെത്തി. TV-യിലും ചിത്രങ്ങളിലും കണ്ട ജീവികളെ നേരിൽ കണ്ടു. പക്ഷേ എല്ലാവരും കൂട്ടിലാണ്. എനിക്ക് സങ്കടമായി. മൃഗശാലയിൽ നിന്നും പാർക്കിലേക്ക് പോയി. പാർക്കിൽ വിവിധ തരം റൈഡുകൾ. ഞങ്ങൾ റൈഡുകളിൽ കയറി. സന്തോഷം തോന്നി. ഉച്ചഭക്ഷണത്തിന് ശേഷം പട്ടണത്തിൽ ചുറ്റിക്കറങ്ങി. നേരം ഞങ്ങൾ കടൽ തീരത്തേക്ക് പോയി. ആകാശം ചുവക്കാൻ തുടങ്ങിയിരുന്നു. അസ്തമയ സൂര്യൻ ഞങ്ങളെ നോക്കി ചിരിച്ചു. സന്ധ്യാനേരത്തെ തിരമാലകളെ എനിക്കിഷ്ടമായി. സൂര്യൻ മെല്ലെ മെല്ലെ കടലിലേക്ക് താണുപോയി. ഇതായിരുന്നു എൽസയുടെ ഡയറി. എൽസയുടെ ഡയറിയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. വായിച്ച് ഉത്തരം എഴുതുക. 5 ചോദ്യങ്ങളുണ്ടേ. ഒന്നാമത്തെ ചോദ്യം, ഏതു ദിവസത്തെ ഡയറി കുറിപ്പാണിത്? 2024 ജനുവരി. താഴെ എന്തായിരുന്നു? ഞായർ. ഓർമ്മയുണ്ടോ? ഇതുപോലെ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഏത് ദിവസത്തെ ഡയറി കുറിപ്പാണ്? ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചത് എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചത്? മൂന്നാമത്തെ ചോദ്യം, മൃഗശാലയിൽ എത്തിയപ്പോൾ എൽസയ്ക്ക് സങ്കടം തോന്നാൻ കാരണം എന്താ? ടീച്ചർ പറഞ്ഞു, എന്താ സങ്കടം തോന്നാൻ കാരണം? കൂട്ടിലാണ്. കേട്ടോ നിങ്ങൾ? അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചിട്ട് എഴുതണം കേട്ടോ. മൃഗശാലയിൽ എത്തിയപ്പോൾ എൽസയ്ക്ക് സങ്കടം തോന്നാൻ കാരണം എന്ത്? നാലാമത്തെ ചോദ്യം, യാത്രയിൽ എൽസയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു?
യാത്രയിൽ എൽസയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, എൽസ പോയ സ്ഥലങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാവരും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇതിൻ്റെ ആൻസർ പറയാനായിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവും. രണ്ടാമത്തെ പ്രവർത്തനം, ഇവിടെ ആക്ടിവിറ്റി 1 എന്നാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനമാണ് കേട്ടോ. അവർക്ക് തെറ്റിപ്പോയതാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ റൈഡ്. എൽസ ആൻഡ് ഫാമിലി ട്രൈഡ് സം ഓഫ് ദ റൈഡ്സ്. ലുക്ക് അറ്റ് ദ ടിക്കറ്റ് റേറ്റ്സ് ഓഫ് ദോസ് റൈഡ്സ്. കുറവാണ്, ടീച്ചർ വായിച്ച് പറഞ്ഞുതരാം. ടിക്കറ്റ് റേറ്റ് ആണ്, ഓരോ റൈഡിൻ്റെയും ടിക്കറ്റ് റേറ്റ്സ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് കാറിൽ കയറണമെങ്കിൽ 20 രൂപ കൊടുക്കണം. സ്ലൈഡറിൽ 10 റുപ്പീസ്. ടോയ് ട്രെയിനിലാണെങ്കിൽ 25 റുപ്പീസ്. ജൈൻ വീലിൽ കയറണമെങ്കിൽ 40 റുപ്പീസ്. അപ്പോൾ റൈഡ്സിൽ കയറാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ്സ്, എമൗണ്ട് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, എൽസ ട്രൈഡ് ദ ജൈൻ വീൽ ആൻഡ് ദ ടോയ് ട്രെയിൻ. ഹൗ മച്ച് എമൗണ്ട് ഷീ ഹാഡ് ടു പേ? എൽസ ജൈൻ വീലിലും ടോയ് ട്രെയിനിലും കയറാനായിട്ട് പോവുകയാണ്. എന്നാൽ എത്ര രൂപ കൊടുക്കണം? 40 + 25. എല്ലാവരും ചെയ്തുവല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹെർ സിസ്റ്റർ ട്രൈഡ് ദ സ്ലൈഡർ ആൻഡ് ദ ഇലക്ട്രിക് കാർ. സിസ്റ്ററോ, എൽസയുടെ സിസ്റ്ററോ സ്ലൈഡറിലും ഇലക്ട്രിക് കാറിലുമാണ് കയറാനായിട്ട് പോകുന്നത്. ഹൗ മച്ച് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട്? എന്നാൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഇറ്റ് കോസ്റ്റ് ഫോർ എൽസ ആൻഡ് ഹെർ സിസ്റ്റർ ടു ഗെറ്റ് ഓൺ ദ റൈഡ്സ്? എൽസയും എൽസയുടെ സിസ്റ്ററും കൂടെ ഇതിൽ കയറിയതിന് ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ടാകും? അതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ദേ ഗേവ് 100 റുപ്പീസ്. അവർ 100 രൂപ കൊടുത്തു. ഹൗ മച്ച് വിൽ ബി ദ ബാലൻസ് എമൗണ്ട്? എത്ര രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും? ബാലൻസ് ആയിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും? ഇതായിരുന്നു നാലാമത്തെ ചോദ്യം. അങ്ങനെ രണ്ടാമത്തെ ആക്ടിവിറ്റി മനസ്സിലായല്ലോ. എൽസയും വീട്ടുകാരും റൈഡ്സിൽ കയറാനായിട്ട് പോവാണ്. ടിക്കറ്റിൻ്റെ എമൗണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം ഏതിലൊക്കെ കയറാനാണെന്ന് നമ്മൾ വായിച്ചുവല്ലോ. അപ്പോൾ അവർ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? 100 രൂപയാണ് കൊടുത്തത്. എന്നാൽ എത്ര രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും? ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ പ്രവർത്തനം, റോഡിൽ നടക്കുമ്പോൾ. പട്ടണത്തിലേക്കുള്ള യാത്രക്കിടെയാണ് എൽസയും അനുജത്തിയും ആ കാഴ്ച കണ്ടത്. ഓരോ ദിവസവും എത്രയെത്ര അപകടങ്ങളാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചാൽ അപകടം കുറയ്ക്കാൻ കഴിയും. കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ എഴുതുക. കാൽനട യാത്രക്കാർ പാലിക്കേണ്ടതാണ് കേട്ടോ. കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. എഴുതാൻ പോകുന്നവർക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമായിരിക്കും. പഠിച്ചിട്ട് പോകണം കേട്ടോ. കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ. നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. നാലാമത്തെ പ്രവർത്തനം മുമ്പ് ഇതിനൊരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇന്ധനം ആവശ്യമില്ലാത്ത 2 വാഹനങ്ങളുടെ പേര് എഴുതുക. ഇന്ധനം ആവശ്യമില്ലാത്ത 2 വാഹനങ്ങളുടെ പേര് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സൈക്കിൾ, തോണി, ഇതൊക്കെ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളാണ്. 2 വാഹനങ്ങളുടെ പേര് എഴുതാനായിരുന്നു ചോദിച്ചിരുന്നത്. നാലാമത്തേത് പ്രവർത്തനം 4, പാട്ടുപാടാം. എൽസയും അനുജത്തിയും റോഡിൽ കണ്ട വാഹനങ്ങളെക്കുറിച്ച് പാട്ടുപാടി. വരികൾ കൂട്ടിച്ചേർക്കാമോ? യാത്രയൊന്നു പോകാം, കാറിലേറി പോകാം, പേ പേ പോ പോ. അപ്പോൾ അടുത്ത് ഇവിടെ ഏതൊക്കെ വാഹനങ്ങൾ കാണുന്നുണ്ടോ ആ വാഹനങ്ങൾ, ഓട്ടോറിക്ഷയുണ്ട്, ബസ്സുണ്ട്, ഇവിടെ നോക്കിയ ട്രെയിനല്ല, ഇവിടെ കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? 2 വണ്ടികൾ മതി. ഓക്കെ, ഓട്ടോറിക്ഷയുണ്ട്, ബസ്സുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാർ ഇവിടെ ഉണ്ട്, പക്ഷേ കാർ ഇവിടെ പാടിക്കഴിഞ്ഞു. ബാക്കിയുള്ള വാഹനങ്ങൾ വെച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പാട്ട് പാടാം, അതായത് വരികൾ കൂട്ടിച്ചേർക്കാം. പാട്ടുപാടാം എന്നുള്ളതായിരുന്നു നാലാമത്തെ പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനം, ഹൗ മച്ച് ഈസ് ദ ബാലൻസ്? ഫാദർ ഗേവ് എൽസ 3 10 rupee നോട്ട്സ്. 3 10 രൂപ നോട്ടുകൾ നൽകി. 4 5 rupee നോട്ട്സ്, 4 5 രൂപ നോട്ടുകൾ നൽകി. ആൻഡ് 4 2 rupee കോയിൻസ്, 2 രൂപയുടെ 4 കോയിൻസ് നൽകി. ഷീ റീച്ച്ഡ് ദ ഷോപ്പിലെത്തി. ബോട്ട് പോപ്കോൺ ഫോർ 25 rupees. 25 rupeesന് പോപ്കോൺ വാങ്ങി. ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഫാദർ ഗീവ്സ് എൽസ? എത്ര രൂപയാണ് എൽസയ്ക്ക് അച്ഛൻ കൊടുത്തത്? 10 rupees നോട്ട്സ് 3 എണ്ണമുണ്ട്, 5 rupees നോട്ട്സ് 4 എണ്ണമുണ്ട്, 2 രൂപയുടെ കോയിൻ 4 എണ്ണമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി എത്ര രൂപയാണ് കൊടുത്തത് എന്ന് എഴുതുക. ഹൗ മച്ച് ഡസ് പോപ്കോൺ കോസ്റ്റ്? എത്രയാണ് പോപ്കോണിൻ്റെ കോസ്റ്റ്? അതിനനുസരിച്ച് എഴുതുക. ഹൗ മച്ച് ഈസ് ദ ബാലൻസ്?
ബാലൻസ് എത്രയാണെന്ന് എഴുതുക. ഓക്കെ, ഇതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ 5 ആക്ടിവിറ്റിയും എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക, കൂട്ടക്ഷരങ്ങൾ അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മലയാളം ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് അതും പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികളും നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. മാത്തമെറ്റിക്സ്, ഗണിതത്തിലെ കുറച്ച് ബാക്കിലായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കായിട്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകി അവരെ നല്ലതുപോലെ പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ് ഉണ്ട്. അതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് കുട്ടികൾക്കായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, സ്കൂൾ പഠനകാലത്ത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG റിവിഷൻ, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്നവർക്ക്, UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും LKG, UKG, പ്രീ-KG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. പ്രീ-KG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, UKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇത് അറിയിക്കാം കേട്ടോ, അവരോടൊക്കെ അറിയിക്കാം. വേഗത്തിൽ ജോയിൻ ചെയ്യാം. നല്ലതുപോലെ എല്ലാ കുട്ടികളും പഠിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ലൈവ് സെഷനാണ് കേട്ടോ, ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും ഉള്ളത്. ലൈവായിട്ട് ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് പങ്കെടുക്കാനായില്ല എങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കണേ. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799.